ആലുവ NSS മോചനയാത്ര കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പെരുന്ന NSS ആസ്ഥാനത്തേക്ക് മാർച്ച്. ശബരിമല വിഷയത്തിൽ നിലപാട് മാറ്റിയ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച്. സുകുമാരൻ നായർ അനുകൂലികൾ തടയാൻ ശ്രമിച്ചതിനെ തുടർന്ന് നേരിയ സംഘർഷമുണ്ടായി. സമുദായത്തെ സംരക്ഷിക്കാൻ താല്പര്യമില്ലാത്ത നാണമില്ലേ നിങ്ങൾക്ക്? ജോസി ബാബു നൽകും. ജോസി, മാർച്ച് NSS ആസ്ഥാനത്ത് എത്തിച്ചേർന്നോ? ദിവ്യ, രാവിലെ 11:00 ആലുവ NSS മോചനയാത്രാ സമിതി എന്ന കർമ്മസമിതിയുടെ പേരിലുള്ള പ്രതിഷേധ മാർച്ച് NSS ആസ്ഥാനത്തേക്ക് നടത്തിയത്. NSS ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് പോലീസ് ആസ്ഥാനത്തിന് 500 മീറ്റർ ഇപ്പുറത്ത് തടഞ്ഞു. ആദ്യം മാർച്ച് തുടങ്ങുന്നതിന് മുമ്പ് പെരുന്നാൾ ബസ് സ്റ്റാൻഡിന് സമീപം സുകുമാരൻ നായർ അനുകൂലികളും ഈ മാർച്ച് തടയുകയുണ്ടായി. അതിന്റെ ദൃശ്യങ്ങളാണ് നാം പങ്കുവച്ചത്. അത് നേരിയ സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്തു. പെരുന്ന NSS കരയോഗത്തിന്റെ പ്രസിഡന്റ്, അതോടൊപ്പം DCC അംഗവുമായ സതീഷ് ഐക്കര, ഇത്തിത്താനത്തെ കരയോഗം പ്രസിഡന്റും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ ബിനു കോയിപ്പുറം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടന്നത്. പിന്നീട് പോലീസ് ഇടപെട്ടത് അവരെ ഒഴിവാക്കി. അതിനുശേഷമായിരുന്നു മാർച്ച് മുന്നോട്ട് പോയത്. മാർച്ച് അനുകൂലികൾ പ്രധാനമായും ആവശ്യപ്പെട്ടത് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തണം, ശബരിമല വിഷയത്തിൽ നിലപാട് മാറ്റിയ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രാജിവെക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച്. പിന്നീട് പോലീസ് ഈ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുവദിക്കാത്തതിനെ തുടർന്ന് സമീപത്ത് മന്നത്ത് പത്മനാഭന്റെ ചിത്രം വെച്ച് റോഡരികിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ഈ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ദിവ്യ, ശരി, ജോസി ബാബുവാണ് വിശദാംശങ്ങൾ നൽകി.